ഹലോ, നമുക്കിന്ന് മെറ്റേണിറ്റി എന്ന് പറയുന്ന ലെസൺ നോക്കാം. സോ മെറ്റേണിറ്റി ഈസ് റിട്ടൺ ബൈ Lilica Nakos, a Greek novelist, journalist, memoirist and short story writer. Her first story was printed in the French magazine Europa. One of her best known novels is Lost Soul. Nakos' short story collection, The Children's Inferno, is her only work readily available in English. Her works are praised for candid and sensitive treatment of human relationships. അപ്പോൾ നമുക്ക് ഇവരൊരു ഗ്രീക്ക് നോവലിസ്റ്റാണ്. ഫ്രഞ്ച് മാഗസിനിലാണ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ അത്ര അവൈലബിൾ അല്ല. ഇംഗ്ലീഷിലാകെ അവൈലബിൾ ആയിട്ടുള്ളൊരു വർക്ക് ദ ചിൽഡ്രൻസ് ഇൻഫേർണോ എന്ന് പറയുന്നതാണ്. പക്ഷേ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഹ്യൂമൻ റിലേഷൻഷിപ്സിൻ്റെ. അപ്പോൾ ഇതിലും അതുപോലത്തെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Okay, now hardships and misery are supposed to bring out the nobler qualities in man, but this may not always be so in reality. Even in the most ill-fated hard times, care, concern and empathy are distant thoughts for some. Read the story by Lilica Nakos to see what agony awaits the little boy Mikali. അപ്പോൾ ചില സമയത്ത്, അതായത് ഹാർഡ്ഷിപ്സ്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മുടെ എന്താണ് ശരിക്കും നമ്മുടെ നോബ്ലർ ക്വാളിറ്റീസ്, അതായത് കൈൻഡ്നെസ്, ജനറോസിറ്റി, ഇതൊക്കെ വളർന്നു വരാനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ദൈവം നല്ല മനുഷ്യരെയാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് പരീക്ഷിക്കുന്നതെന്ന്. ബട്ട് ദിസ് മേ നോട്ട് ഓൾവേസ് ബി സോ ഇൻ റിയാലിറ്റി. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും അങ്ങനെ തന്നെ ആവണമെന്ന് ഇല്ല. ചില സമയത്ത് കെയർ ചെയ്യുക, സിമ്പതി ഉണ്ടാക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല ചില സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ കഥയിൽ മിക്കാലി എന്ന് പറയുന്ന ബോയിന് എന്താണ് സംഭവിക്കുന്നത്. It was more than a month since they were in Marseilles, and the camp of Armenian refugees on the outskirts of the town already looked like a small village. They had settled down in any way they could, the richest under tents, the others in the ruined sheds, but the majority of the refugees, having found nothing better, were sheltered under carpets held up at the four corners by sticks. They thought themselves lucky if they could find a sheet to hang up on the sides and wall them from prying eyes. Then they felt almost at home. The men found work no matter what, so that in any case they were not raped with hunger and their children had something to eat. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ നമുക്ക് കാണുന്നത് ഒരു റെഫ്യൂജി ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ സ്ഥലം പറയുന്നത് മർസെയിൽസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അർമേനിയൻ റെഫ്യൂജീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു ടൗണിൻ്റെ ഔട്ട്സ്കേർട്സിൽ കുറേ അർമേനിയൻ റെഫ്യൂജീസ് വന്ന് അവിടെ തമ്പടിച്ച ഒരു ക്യാമ്പായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും ഒരു വില്ലേജ് പോലെ ഇപ്പോൾ ഒരു ക്യാമ്പായി. അപ്പോൾ റിച്ചായിട്ടുള്ളവർ ടെൻ്റൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ബാക്കി പോറായിട്ടുള്ളവർ ഷെഡുകൾ, പിന്നെ അതിലും പോറായിട്ടുള്ളവർ ഒരു ബ്ലാങ്കറ്റ് എങ്കിലും കിട്ടി 4 സ്റ്റിക്ക് വെച്ചിട്ട് ഒരു വീട് പോലെ ആക്കി അങ്ങനെ എടുത്തിരിക്കാം. ഒരു ഷീറ്റും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ചുറ്റും കൂടി മറിക്കും. അപ്പോൾ വീട് പോലെ അവർക്ക് ബാക്കിയുള്ളവരുടെ പ്രൈയിങ് ഐസ്, അതായത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം. അപ്പോൾ വീട് പോലെയൊക്കെ അവർക്ക് തോന്നും. അപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യാണ്, എന്ത് ജോലിയാണെങ്കിലും അവർ ചെയ്യാൻ റെഡിയാണ്. കാരണം അവർക്ക് അവരുടെ പിള്ളേരെ പട്ടിണി എടുത്താതെ നോക്കുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി. Of all of them, Mikali alone could do nothing. He ate the bread which his neighbors cared to offer, and it weighed on him, for he was a big lad of 14, healthy and robust. But how could he think of looking for work when he literally bore on his back the burden of a newborn babe? Since its birth, which had caused its mother's death, it had wailed its famine from morn till night. Who would have accepted Mikali's services when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night? Mikali himself was dazed by these cries. His head was empty, and he wandered about like a lost soul, dying from lack of sleep and weariness. Okay, അപ്പോൾ മിക്കാലി എന്ന് പറയുന്ന ബോയിനെയാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. ഇതിൽ ആണുങ്ങളെല്ലാവരും പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ മിക്കാലിക്ക് 14 വയസ്സായി, സ്ട്രോങ് ആണ്, റോബസ്റ്റ് ആണ്, നല്ല ഒരു ആളാണ്. പക്ഷേ ഇവന് മാത്രം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. കാരണം
ഇവന് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ബേർഡനായിട്ട് ഒരു ബേബി ഉണ്ട്. ബേബി എന്ന് ഉദ്ദേശിക്കുന്ന അവൻ്റെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററാണ്. കാരണം ആ ബേബി ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ബേബീനെ നോക്കിയേ പറ്റുള്ളൂ, കാരണം ഈ ബേബിക്ക് വേറെ ആരുമില്ല. അപ്പോൾ ഇതിനെയും ചുമന്നാണ്, ഈ ബേബിനെയും എടുത്താണ് ഈ കുട്ടി ഇവിടെ റെഫ്യൂജി ക്യാമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ എന്തെങ്കിലും ഇവന് കൊടുത്താൽ മാത്രം ഇവന് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവൻ്റെ ഫ്രണ്ട്സ് പോലും ഈ കൊച്ചിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക, ഫാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാണ്ട് വെള്ളം കിട്ടാണ്ട് ഇതാവില്ലേ, നമ്മുടെ ഭൂമി ഇങ്ങനെ ഭയങ്കര പാച്ച്ഡ് ആവില്ലേ, അതുപോലെ ഈ കുട്ടിക്ക് ഭക്ഷണം കിട്ടാണ്ട് ഈ കുട്ടി ഇങ്ങനെ രാവും രാത്രി ഇല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഇവന് തന്നെ ഇവൻ്റെ തലയൊക്കെ മത്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം ഇവന് ഉറക്കം കിട്ടുന്നില്ല, ബാക്കിയുള്ളവർ ഇവനെ ചവിട്ടി പുറത്താക്കുകയാണ്. Always dragging with him the deafening burden that had been borne for his misfortune and its own, and that had so badly chosen the moment to appear on this earth. അപ്പം ഇവൻ പറയുന്നത് എന്താണ്, നിനക്ക് വേറൊരു സമയവും കിട്ടിയില്ലേ, നീ ഈ ഒരു മൊമെൻ്റാണോ ചൂസ് ചെയ്തത്, ഈ ഒരു സമയം എന്താണ്, ബാക്കി ഏതെങ്കിലും സമയമാണെന്നുണ്ടെങ്കിൽ അവർ റെഫ്യൂജി ക്യാമ്പിലായിരിക്കില്ല, ആരെങ്കിലുമൊക്കെ നോക്കേനെ. പക്ഷേ ഈ ഒരു സമയത്ത് ആരും തന്നെ ഇവനെ സഹായിക്കാൻ ഇല്ല, അപ്പോഴാണ് നീ ജനിച്ച് വീഴുന്നത്. Everybody listened to it with irritation. They had so many troubles of their own, and they all pitifully wished it could die. But that did not happen, for the newborn child sought desperately to live and cry louder its famine. The distracted women stuffed their ears, and Mikhail went hither and thither like a drunken man. He hadn't a penny in his pocket to buy the infant milk, and not one woman in the camp was in a position to give it the breast milk, enough to drive one mad. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊച്ചു കരയുന്നത്? കാരണം കൊച്ചിന് പാല് കിട്ടുന്നില്ല. പക്ഷേ ഈ മിഖാലിയുടെ കയ്യിലാണെങ്കിൽ കാശുണ്ടോ പാല് വാങ്ങിക്കാനായിട്ട്? ഇല്ല. ഇവിടെ എല്ലാവർക്കും അതിന് പറ്റുന്നൊരവസ്ഥയും അല്ല. കാരണം ആർക്കും തന്നെ അവർക്ക് തികയുന്ന ഭക്ഷണം പോലുമില്ല. അപ്പോൾ ഈ കുട്ടിക്ക് പാല് നൽകാനായിട്ട് അവിടെ ഒരു സ്ത്രീക്കും പറ്റുന്നുമില്ല. അതുകൊണ്ടാണ് ഈ കുട്ടി കിടന്നിങ്ങനെ കരയുന്നത്. അപ്പോൾ ഇവൻ ഈ പാവം കുട്ടി, മിഖാലി എന്ന് പറയുന്ന കുട്ടീനെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആണ് ആ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഭയങ്കര ഇറിറ്റേഷനായി മാറിയിരിക്കുകയാണ് ഈ കുട്ടി ഇങ്ങനെ കിടന്ന്, ഈ കുഞ്ഞു കുട്ടി ഇങ്ങനെ കിടന്ന് കരയുന്നത്. എല്ലാവരും എന്താണ് വിചാരിക്കുന്നത്, എങ്ങനെയെങ്കിലും അതൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, pitifully wished it would die എന്ന് വരെ അവർ വിചാരിച്ചു പോവാണ്. One day, unable to bear it further, Mikhail went to the other side of the place where the Anatolians were. They also had fled from the Turkish massacres in Asia Minor. Mikhail had been told that there was a nursing mother there who might take pity on his baby. So he went full of hope. Their camp was like the same misery. Old women were crouched on pallets on the ground. Barefooted children played about in pools of dirty water. As he approached, several old women rose to ask what he wanted, but he walked on and stopped only at the opening of a tent where an icon of the Holy Virgin was hanging. From the interior of the town came the sound of a wailing infant. അപ്പോൾ മിഖാലി എന്ത് ചെയ്യാണ്, സഹിയിട്ടിട്ട് മിഖാലി അവരുടെ ക്യാമ്പിൻ്റെ അപ്പുറത്തെ വശത്ത് വേറൊരു ക്യാമ്പുണ്ട്. അത് അനറ്റോളിയൻസിൻ്റെയാണ്. അവരും റെഫ്യൂജീസായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അവർ ഏഷ്യ മൈനറിൽ നിന്ന് അവർ ടർക്കിഷിനെ പേടിച്ചിട്ട്, ടർക്കിഷുകാർ കൊല്ലുന്നത് പേടിച്ചിട്ടാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മുലയൂട്ടുന്നൊരു അമ്മയുണ്ടായിരുന്നു, നഴ്സിംഗ് മദർ. അപ്പോൾ ആ അമ്മയ്ക്ക് പിറ്റി തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ കുറേ സ്ത്രീകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇവരുടെ പോലെ തന്നെ ഒരു ക്യാമ്പാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു വിർജിൻ മേരിയുടെ ഒരു ഐക്കൺ തൂങ്ങിക്കിടക്കുന്ന ഒരു ടെൻറ്റിൻ്റെ അവിടെ വന്നിട്ട് നോക്കുമ്പോൾ ആ ടെൻറ്റിൻ്റെ അവിടെ കേൾക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ കരച്ചിൽ.
In the name of the most holy Virgin, whose eye can you show, he said in Greek, have a pity on this poor orphan and give him a little milk. I am a poor Armenian. At his plea, a lovely dark woman appeared. She held in her arms an infant blissfully sucking the maternal breast, its eyes half closed. Let's see the kid. Is it a boy or a girl? Mikhali's heart trembled with joy. Several neighbors had come closer to see, and they helped him to take from his shoulders the sack where the baby brother was held. With curiosity, they leaned over. He drew back the cover. The women gave vent to various cries of horror. The child had no longer anything human about it. It was a monster. The head had become enormous, and the body, of an incredible thinness, was all shriveled up. As until then it had sucked only its thumb, it was all swollen and could no longer enter the mouth. It was dreadful to see. Mikhali himself drew back in fright. Holy Mother, said one of the old women, but it's a vampire, a mere vampire, that child. Even if I had milk, I still wouldn't have the courage to feed it. അപ്പോൾ മിക്കാലിക്ക് സന്തോഷം വരെയാണ്. കാരണം അവിടെ എന്ത് കേൾക്കുന്നുണ്ട്, ഒരു സ്ത്രീയാണ് അവിടെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ മിക്കാലി ഇങ്ങനെ പറയണം, ഹോളി മദറിൻ്റെ, ഹോളി വെർജിൻ അമ്മയുടെ ഇതിൽ നീ ഒന്ന് പുറത്തോട്ട് വരും, ഇവനും കുറച്ച് പാല് കൊടുക്കും, ഞാനൊരു പുവർ അർമേനിയനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു ഇത് കേട്ടിട്ട് ഒരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ വന്നതിന് ശേഷം